നമുക്ക് ആവശ്യമുള്ളത് പരിപ്പ് 200-250 ഗ്രാം വേവിച്ച് വെക്കുക. ചെറിയ കൈപ്പയ്ക്ക അത് ചെറുതാക്കിയിട്ട് അരിയാം. 3 പച്ചമുളക് നടുകീറിയിട്ട് എടുക്കാം. മുരിങ്ങക്കായ 3 എണ്ണം, ചക്കക്കുരു ഒരു 10 എണ്ണം, ഒരു മാങ്ങ മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കാം. ഒരു പിടി നാളികേരം, ഇത് അരയ്ക്കാനാണ്. അതുപോലെ വേവിക്കുമ്പോൾ ചേർക്കാനുള്ളതും താളിക്കാനുള്ളതും മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കല്ലുപ്പ്. ഇത് 3 കൂടി ചേർത്തിട്ടാണ് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുന്നത്. താളിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്, കുറച്ച് വേപ്പില. വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാത്രം ചൂടാകുമ്പോൾ 1 കപ്പ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർക്കാം. ആദ്യം മുരിങ്ങക്കായാണ് ചേർക്കുന്നത്. ഇനി കൈപ്പയ്ക്ക ചേർക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളകും. ചക്കക്കുരു ആണ്. ഇതോടൊപ്പം കിടന്ന് ഒരുമിച്ച് വേവണം. ഇതിലേക്ക് മാങ്ങയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കല്ലുപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കേ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പ് വേവിച്ചത് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ അരച്ചു വെച്ചിട്ടുള്ള നാളികേരം ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ തിളച്ചു വരണം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ച് താളിക്കാം. താളിക്കാനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇരുമ്പ് ചീനച്ചട്ടിയാണ്, പെട്ടെന്ന് ചൂടാവും. ഇതിലേക്ക് വറ്റൽമുളകും വേപ്പിലയും ചേർക്കാം. ഒരു സീക്രട്ട് കൂടി പറഞ്ഞു തരാം. കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. അതില് ഒരു നുള്ളു മതി. കറിക്ക് ഒരു പ്രത്യേക കളർ കിട്ടും. ഓക്കെ,
പരിപ്പും ചക്കക്കുരു, മാങ്ങ, കൈപ്പയ്ക്ക എല്ലാം ചേർന്നിട്ട് നല്ല രുചിയിൽ ഒരു കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്പ് മറക്കണ്ട, താളിക്കുമ്പോൾ ഒരു നുള്ള് മുളക് പൊടി കൂടി ചേർക്കുക. നല്ല ഭംഗിയിൽ കറി കിട്ടും.